ഒന്നും രണ്ടും പിണറായി സർക്കാരുകളുടെ കാലത്ത് സംസ്ഥാനത്തുണ്ടായത് 3070 കൊലപാതകങ്ങൾ. ഇക്കാലയളവിലെ കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് 476 പ്രതികൾ. 78 പേർ അറസ്റ്റിലാകാനുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ നിയമസഭാ മറുപടി. കൊലക്കേസ് പ്രതികൾക്ക് നൽകിയിട്ടുള്ളത് നിയമാനുസൃത ആനുകൂല്യങ്ങൾ മാത്രമെന്നും മുഖ്യമന്ത്രി. AP അനിൽകുമാർ MLAയുടെ നിയമസഭാ ചോദ്യത്തിനുള്ള മറുപടിയായാണ് രണ്ട് പിണറായി സർക്കാരുകളുടെയും കാലയളവിൽ ഇതുവരെ സംസ്ഥാനത്ത് 3070 കൊലപാതകങ്ങൾ നടന്നതായി മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചത്. 2016 മെയ് മുതൽ ഈ മാസം 16 വരെയുള്ള കണക്കുകളാണ് മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചത്. ഇതിൽ 52 കൊലപാതക കേസുകൾ ലഹരി ഉപയോഗം മൂലമുണ്ടായതാണ്. ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടലിൽ 18 പേർ കൊല്ലപ്പെട്ടു. ഇക്കാലയളവിലെ കൊലക്കേസുകളിൽ 476 പ്രതികൾ ശിക്ഷിക്കപ്പെട്ടെന്നാണ് കണക്ക്. വിവിധ കേസുകളിലായി 78 പേർ ഇനിയും പിടിയിലാകാനുണ്ട്. ജില്ലകളുടെ കണക്കെടുത്താൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ. സിറ്റി, റൂറൽ പോലീസ് ജില്ലകളിലായി 418 പേരാണ് ഇക്കാലയളവിൽ കൊല്ലപ്പെട്ടത്. എറണാകുളത്ത് 349, കൊല്ലത്ത് 338, തൃശ്ശൂരിൽ 315 പേരും കൊല്ലപ്പെട്ടു. പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് പ്രസ്തുത കാലയളവിൽ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ആരെയും വിടുതൽ ചെയ്തിട്ടില്ലെന്നും ചട്ടങ്ങൾ അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ നൽകിയെന്ന് മാത്രമായിരുന്നു മറുപടി. TP കേസ് പ്രതികൾക്ക് 1000-ൽ കൂടുതൽ ദിവസങ്ങൾ പരോൾ നൽകിയതും കാരണവർ വധക്കേസ് പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചതും നേരത്തെ വിവാദമായിരുന്നു. ജനം, തിരുവനന്തപുരം.